ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് റോഡ് സൈഡിലും ബീച്ചിലും ഒക്കെ വാങ്ങാൻ കിട്ടുന്ന ചനാച്ചാട്ട് റെസിപ്പിയാണ്. അവിടെ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും ചേർക്കുന്നത്. നമ്മൾ വീട്ടിലെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൂടുതൽ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റായിട്ടും ഹെൽത്തി ആയിട്ടും എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത് പല രീതിയിലായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓരോ പോയിൻറ്റും ഞാൻ എടുത്ത് പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണണേ. കുഴിഞ്ഞൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. കടലയാണ് തലേദിവസം രാത്രിയിൽ കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ വേവിച്ചെടുത്താണ്. വെള്ളമയം ഒട്ടും ഇല്ലാതെ വേണം ചേർക്കാനായിട്ട്. 2 കപ്പ് ചേർക്കുന്നുണ്ട്. നല്ലവണ്ണം കടല വെന്തിരിക്കണം. ഇനി വേവിച്ച് വെച്ച കറുത്ത കടലയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കടലയാണോ കൂടുതൽ ഇഷ്ടം അത് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. ഇനി ചെറുതായിട്ട് കുത്തിയരിഞ്ഞ സവാളയാണ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഇനി ഗ്രേറ്ററിനകത്ത് ചെറിയ കണ്ണിക്കകത്തിട്ട് ഗ്രേറ്റ് ചെയ്തുന്ന ക്യാരറ്റ് അതോടെ ചേർക്കുക. ഇതിൽ ക്യാരറ്റ് ഇട്ടായിട്ടൊന്നും കുട്ടികളൊന്നും അറിയത്തതേ ഇല്ല. നിങ്ങളുടെ ഇഷ്ട അളവിന് ചേർക്കുക. ഇനി ഒരേ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി എടുക്കണം, ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർക്കുക. ഇനി മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില ഇല്ലാതെ എന്ത് ചാട്ട, മല്ലിയില മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. ഒരുപാട് ഇഷ്ടമില്ലാത്തവർ കുറച്ച് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കടല 2 ഉപ്പിട്ടാണ് വേവിച്ചത്. ഉപ്പൊന്നും ചേർക്കണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് സാലഡ് വെള്ളരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെള്ളരിയൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഈ സമയത്ത് ചേർക്കേണ്ടതാണ്. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചാട്ട് മസാലയാണ് ചേർക്കുന്നത്. 1/2 സ്പൂണോ 3/4 സ്പൂണോ ചേർക്കാവുന്നതാണ്. നനവുണ്ട്, അത് കാരണം ചാട്ട് മസാല ഇട്ട ഉടനെ തന്നെ നല്ലവണ്ണം ഇളക്കിയെടുക്കണേ. ഓരോന്നോരോന്നായിട്ട് തന്നെ ഇട്ട് ഇളക്കിയെടുക്കണം, എന്നാലും നല്ല പെർഫെക്റ്റ് ആകത്തുള്ളൂ. ചാട്ട് മസാല ചേർക്കുന്നത് കാരണം പ്രത്യേകിച്ച് ജീരകപ്പൊടിയോ ആംചൂർ പൗഡറോ കായപ്പൊടി മുളക് പൊടി അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ചാട്ട് മസാല പൊടി ഉപയോഗിച്ചാൽ മതി. അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് പുളിച്ചട്നിയാണ്, ഇംലി ചട്നി. ഇതാണ് എൻ്റെ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇതൊരു 3 സ്പൂണേ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നീട് 1 സ്പൂൺ ചേർക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർക്കാവുന്നതാണ്. ഈ ചാട്ട് റെസിപ്പിക്ക് മാത്രമല്ല മറ്റ് ചാട്ട് റെസിപ്പിക്കൊക്കെ ഈ ചട്നി യൂസ് ചെയ്യാവുന്നതാണ്. ഈ പുളി ചട്നി എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. 4-5 ഈന്തപ്പഴം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം കുതിർന്നിരിക്കണം. മിക്സർ ജാറിനകത്തിട്ടിട്ടുണ്ട്. ഇനി ഒരു 2 സ്പൂൺ ശർക്കരപ്പൊടിയോ ശർക്കര ചീകിയതോ ചേർക്കുക. ഈന്തപ്പഴം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2 സ്പൂൺ കൂടുതലായിട്ട് ശർക്കരപ്പൊടി കൂടെ ചേർത്താൽ മതിയേ. അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. ഇത് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ വെള്ളയൊക്കെ മാറ്റി അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് ഒഴിക്കുക. അരയാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്തുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഈന്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ഒഴിക്കുകയാണ്. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പിടണം. റോക്ക് സോൾട്ടാണ് ഇടേണ്ടത്. സാധാ ഉപ്പായാലും ഇട്ടാൽ മതി. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് എരിക്കും കളറിനും വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഇടണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഒരു 1/2 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ചെറു തീയിൽ തന്നെ നല്ലവണ്ണം ഇളക്കി ഒരു സോസ് പരുവത്തിൽ ആക്കിയെടുക്കണം. ആ മുളക് പൊടിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് കളറ് മാറാൻ തുടങ്ങുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആ മുളക് പൊടിയുടെ ടേസ്റ്റ് ഇങ്ങനെ ഒരു പൊടിയുടെ ടേസ്റ്റായിട്ട് നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അഥവാ ഇത് നല്ലവണ്ണം വറ്റിപ്പോയി മുളക് പൊടിയുടെ ടേസ്റ്റ് പച്ച ടേസ്റ്റ് നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഇതുപോലെ ടൊമാറ്റോ സോസിൻ്റെ പരുവത്തിൽ അതിന് ശേഷം ഓഫ് ചെയ്യുക. ഒന്ന് തണുത്തിട്ട് വേണം അടുത്ത ചേർക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ട് വേണം ചാട്ട് മസാല ചേർക്കുക. ഒരു 1/4 സ്പൂണോളം ചാട്ട് മസാല ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇംലി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതൊരു എയർ ടൈറ്റ് ബോട്ടിലിൽ കുറേ നാളത്തേന് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റും. മറ്റ് ചാട്ട് റെസിപ്പിക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിലൊഴിച്ചിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ കടലയൊക്കെ നല്ലവണ്ണം ഈ സോസ് പുരണ്ടിരിക്കണം. ഇങ്ങനെ ഓരോന്നായിട്ട് മിക്സ് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. നമ്മൾ കണ്ടിട്ടില്ല, ഈ ബീച്ചിലൊക്കെ വലിയ പാത്രത്തിനകത്തിട്ട് നല്ലവണ്ണം അവർ അടിച്ചടിച്ച് മിക്സ് ചെയ്ത്. ഈ സമയത്ത്
ക്യാഷ്നട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ കപ്പലണ്ടി ഉണ്ടല്ലോ, നിലക്കടല, അത് ആവിക്ക് വേവിച്ചതോ ഇല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ളതോ ഒക്കെ ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് കോൺഫ്ലേക്സ് ആണ് ചേർക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. അതേപോലെ തന്നെ സേവാണ് ചേർക്കേണ്ടത്. സേവ് തന്നെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മിച്ചറുണ്ടല്ലോ, മിച്ചർ ചേർക്കാവുന്നതാണ്. അതും നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. അതിൽ മിച്ചർ ചേർക്കുമ്പോൾ ഇപ്പോൾ ബൂന്തി അതിനകത്ത് കാണും, കപ്പലണ്ടിയൊക്കെ കാണും, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കണം. വേണമെങ്കിൽ പാനിപൂരിയുടെ ഗോൽഗപ്പ ഇരിപ്പുണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്തിട്ട് അതും പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഇതിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ഞാൻ വേറെ ചേർത്തിട്ടില്ല. എല്ലാത്തിനകത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് കാരണം ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വന്നില്ല. ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതാ വിളമ്പുമ്പോഴും നിങ്ങളിതാ ഇങ്ങനെ തന്നെ വിളമ്പിയെടുക്കണം. പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാ കുറച്ച് മല്ലിയില ചേർക്കുക. കുറേ കൂടെ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി സേവ് അല്ലെങ്കിൽ മിച്ചർ ചേർക്കുക. കുറച്ചുകൂടെ കോൺഫ്ലേക്സ് ചേർക്കുക. 1 സ്പൂണൂടെ പുളിച്ചട്നിയോടെ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വേണം കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് കഴിക്കാനായിട്ട് ബീച്ചിലൊന്നും പോകേണ്ട ആവശ്യമില്ല. വീട്ടിലെ ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പുളിച്ചട്നിയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.